പ്രണയകാലം പാർട്ട് 12. മുന്നിലായി അറക്കലെ ഹാജറ. ഇനിയും എന്തു വേണം നിങ്ങൾക്ക്? എൻ്റെ ജീവനോ? എൻ്റെ ആത്മാഭിമാനവും സൽപ്പേരുമൊക്കെ വെള്ളക്കടലാസിൽ എഴുതിവിട്ട പരാതിയിൽ നിങ്ങൾ തീർത്ത് കളഞ്ഞില്ലേ? കല്ലുവിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ കുന്നുകൂടി. അത് പുറത്തേക്ക് ചാടാനുള്ള വഴികൾക്ക് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ നാവ് ചലിച്ചില്ല. എനിക്കങ്ങനെ ചലിച്ചു ശീലമില്ല എന്ന് നാവ് ആ ചോദ്യങ്ങളെ പുച്ഛിച്ചു വിട്ടു. സ്വർണം കാണാതെയായപ്പോൾ അത് നീയാണ് എടുത്തതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് തെറ്റ് പറയാനൊന്നും പറ്റില്ല. നീ മാത്രമേ അന്നേരം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുഖവരയും ഇല്ലാതെ സംസാരിക്കുന്ന അവരെ കല്ലു നോക്കി നിന്നുപോയി. അവർ തെറ്റ് ഏറ്റുപറയുന്നതാണോ അതോ തന്നെ പിന്നെയും കുറ്റക്കാരിയാക്കുന്നതാണോ എന്നറിയാതെ കല്ലു അവരെ തന്നെ നോക്കി നിന്നു. നിനക്ക് ഇനിയും താല്പര്യമുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ ജോലിക്ക് വരാം. ഹാജറ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ കല്ലുവിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാഭിമാനം പുറത്തു ചാടി. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ എന്നോടൊരു ക്ഷമെങ്കിലും ചോദിച്ചോ? കല്ലു ചോദിക്കണമെന്ന് കരുതിയതല്ലെങ്കിലും അറിയാതെ ചോദിച്ചുപോയി. ഹാജറയുടെ മുഖത്തെ ഞെട്ടൽ കല്ലു വ്യക്തമായി കണ്ടു. അത് ഒളിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. ഹാജറ കല്ലുവിന് പുച്ഛം കലർന്ന ഒരു ചിരി സമ്മാനിച്ചു. പെട്ടെന്നാണ് കല്ലുവിൻ്റെ ഇടത്തെ കൈത്തണ്ടയിൽ ഒരടി വീണത്. അച്ഛനാണ്. തിരിഞ്ഞു നോക്കാതെ തന്നെ കല്ലുവിനത് മനസ്സിലായി. അസത്തെ, മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എൻ്റെ കൈ നന്നായി വേദനിച്ചു. കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് ഞാൻ അങ്ങനെ തന്നെ നിന്നു. ഇവളെ ഞാൻ പറഞ്ഞു വിട്ടോളാം മാഡം. ഈ ഇടയായി ചെയ്യുന്നതൊക്കെ കുരുത്തക്കേടാണ്. അച്ഛൻ അത് പറയവേ ഞാൻ പിന്നെയും തല താഴ്ത്തി നിന്നുപോയി. ഹാജറ കല്ലുവിനെ നോക്കി ഒന്നുകൂടെ ചിരിച്ചു. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ചിരി. നീ വെറും ഒരു പുഴു. ആ അർത്ഥം അതിൽ മുന്തി നിന്നു. അത് കല്ലുവിൻ്റെ ആത്മാഭിമാനത്തെ ആഴത്തിൽ വ്രണപ്പെടുത്തി. കാർ അകന്നു പോകുന്നത് നോക്കി കല്ലു അങ്ങനെ നിന്നുപോയി. ഞാൻ ഇനി അറക്കലോട്ട് പോകുന്നില്ല. വീറോടെ അച്ഛൻ്റെ മുന്നിൽ നിന്നും പറയണമെന്ന് കരുതിയ വാക്കുകൾ പറഞ്ഞു വന്നപ്പോൾ പതുങ്ങിപ്പോയിരുന്നു. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അച്ഛൻ്റെ ശബ്ദവും ഉയർന്നു. അപ്പോൾ ഞാൻ അനുഭവിച്ചതൊന്നും നിങ്ങൾക്കൊന്നുമല്ലേ? കല്ലുവിൻ്റെ വാക്കുകൾക്ക് മുന കൂടി വന്നു. അയാൾ കല്ലുവിൻ്റെ അരികിലെത്തി. ഒരു വന്യത ആ കണ്ണുകളിൽ നിറയുന്നത് കല്ലു കണ്ടു. വലത്തെ കാലിൻ്റെ പുറടിയിൽ ചെരുപ്പ് കൊണ്ടുള്ള ആദ്യത്തെ ചവിട്ട് വീണപ്പോഴാണ് കല്ലു ഞെട്ടിയത്. അച്ഛൻ്റെ കാലിൻ്റെ കീഴിൽ അവളുടെ കാൽ ഞെരിഞ്ഞമർന്നു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. ഉള്ളിൽ വെച്ച് മൂർച്ച കൂട്ടിയ എല്ലാ ചോദ്യങ്ങളും ആ വേദനയ്ക്ക് മുന്നിൽ മുനൊടിഞ്ഞു വീണു. എതിർക്കാൻ നിൽക്കണ്ട നീയ്, കൊന്നുകളയും ഞാൻ. തടസ്സം നിൽക്കുന്നതിനൊക്കെ വെട്ടി വീട്ടി തന്നെയാണ് എനിക്ക് ശീലം. സ്വന്തം ചോരയാണെന്ന് ഞാനങ്ങ് മറക്കും. നാളെ പോയേക്കണം അറക്കലോട്ട്. അച്ഛാ, എന്തേ കാണിക്കുന്നേ? ഓടി വന്ന നന്ദൻ അച്ഛനെ പിടിച്ചു മാറ്റി. ഇവളുടെ ധിക്കാരം കേട്ടില്ലേ നീയ്? എന്ത് കണ്ടിട്ടാ ഇവൾ ഈ നകളിക്കുന്നത്? ഇപ്പോൾ അറക്കലുള്ളവർക്ക് കുറച്ച് സഹതാപം തോന്നിയിരിക്കും. അതിൽ പിടിച്ച് കയറുക എന്നല്ലാതെ അവൾ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നടക്കുന്നു. അയാൾ കല്ലുവിനെ നോക്കി ചീറി. കല്ലൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. കാൽവിരലിൽ നിന്നും വന്നു കയറിയ ഒരു നീറ്റൽ മനസ്സൊട്ടാകെ വ്യാപിച്ചു. അടങ്ങ് ശരീരമേ, നിന്നേക്കാൾ കൂടുതൽ എൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? അവളുടെ ശരീരത്തെ അവളുടെ മനസ്സ് മൗനമായി ശാസിച്ചു. അച്ഛൻ ഉറഞ്ഞു തുള്ളി അകത്തേക്ക് കയറിപ്പോയി. കല്ലു അങ്ങനെ തന്നെ നിന്നു. ചേച്ചി, നന്ദൻ്റെ വിളിയിലാണ് കല്ലുവിന് സ്വബോധം വന്നത്. തിരിഞ്ഞ് അവനെ പതിയെ ഒന്ന് നോക്കി. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. എങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ ചേച്ചിയുടെ വിദ്യാഭ്യാസം വെച്ചിട്ട് അത്ര സാലറി എവിടെയും കിട്ടില്ല. അത് അവർ ചെയ്തു തരുന്ന ഒരു ഉപകാരം തന്നെയല്ലേ? അവരോടൊക്കെ മത്സരിക്കാൻ മാത്രം ഒന്നും നമ്മളില്ല ചേച്ചി. ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക്. നന്ദൻ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല നേരത്തെ അച്ഛൻ ചെയ്തതിനേക്കാൾ ഇരട്ടി നന്ദൻ്റെ വാക്കുകൾ കല്ലുവിനെ മുറിപ്പെടുത്തിയെന്ന്. എത്രയൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും തൻ്റെ ഭാഗം മാത്രമേ കല്ലുവിന് ന്യായം കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ പ്രാരാബ്ധങ്ങളുടെ പട്ടിക മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിക്കുമ്പോൾ അവൾ പതറിപ്പോകുന്നു. അമ്മയുടെ സ്വത്തും പണവും കണ്ടിട്ടാണ് അച്ഛൻ അമ്മയെ വിവാഹം ചെയ്തതെന്ന് കല്ലു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വീടും സ്ഥലവും ഉൾപ്പെടെ ഒരുപാട് ഭൂസ്വത്ത് അമ്മയുടെ പേരിലുണ്ടായിരുന്നത്രേ. നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ മുത്തശ്ശിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ ഇഷ്ടം കൂടി പിന്നാലെ നടന്നപ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ അമ്മ ആ ചതിയിൽ വീണുപോയി. വിവാഹം നടന്നതോടുകൂടെ അച്ഛൻ്റെ സ്വഭാവം മാറിയത്രേ. ഓരോന്നായി വിറ്റ് നശിപ്പിച്ച് അദ്ദേഹം സുഖജീവിതം കണ്ടെത്തി തുടങ്ങി. ഒടുവിൽ എപ്പോഴോ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന തോന്നലിലാണ് അമ്മ വീട് എൻ്റെ പേരിലാക്കിയത്. 18 വയസ്സിൻ്റെ ശേഷമേ എനിക്കതിൽ അവകാശം വരുവുള്ളൂ എന്ന രീതിയിൽ വിൽപ്പത്രം തയ്യാറാക്കിയെന്ന് പോലും. എനിക്ക് 18 തികയാൻ കാത്തുനിന്ന പോലെ അച്ഛൻ അതും വിൽപ്പനച്ചരക്കാക്കി. ഇപ്പോഴും അതിൻ്റെ ഭാരം ഇറങ്ങാതെ ഞാനിങ്ങനെ തീ തിന്ന് ജീവിക്കുന്നു. മറ്റുള്ളവർ അത് കണ്ട് രസിച്ചിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ എഴുന്നേറ്റു. നേരത്തെ തന്നെ കുളക്കടവിലോട്ട് ചെന്നു.
മഞ്ഞു മൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിലും കല്ലുവിൻ്റെ ശ്വാസത്തിന് പോലും പൊള്ളുന്ന ചൂടായിരുന്നു. ആത്മനിന്ദയുടെ ചൂട്. കുളത്തിലേക്ക് എത്ര വട്ടം മുങ്ങിത്താഴ്ന്നു എന്ന് കല്ലുവിന് തന്നെ നിശ്ചയമില്ലാതെ ആയിപ്പോയി. എത്രയോ വട്ടം, ശ്വാസം പിടയുന്നത് വരെ. മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് കരുതിപ്പോയി കല്ലു. അടുക്കളയിലോട്ട് കയറി പറ്റുന്ന വേഗത്തിൽ പണികൾ ചെയ്തു തീർത്തു. വേദന കൊണ്ട് പലവട്ടം മടിച്ചു നിന്ന കാലുകളെ അവൾ ശാസിച്ചു. ബസ്സിൽ കയറുമ്പോൾ ആരോ കള്ളി എന്ന് വിളിച്ചത് വ്യക്തമായി കല്ലു കേട്ടു. അവൾ കാതുകൾ കൊട്ടിയടച്ചു. എനിക്ക് ഇതിന് തന്നെയാണ് വിധി, ഇങ്ങനെ ഭാരം വലിക്കുന്ന കാളയാവാൻ. ആയേക്കാം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ, കല്ലു സ്വയം ആശ്വസിപ്പിച്ചു. എന്നെങ്കിലും എല്ലാവർക്കും എന്നോട് സ്നേഹമാകും. അല്ലെങ്കിലും അവരുടെ ഉള്ളിൽ എന്നോട് സ്നേഹം കാണും. ചിലപ്പോൾ പ്രകടിപ്പിക്കാത്തതാകും. കല്ലു വിഡ്ഢിയുടെ വേഷം സ്വയം എടുത്തുകെട്ടി. എന്താണ് യഥാർത്ഥത്തിൽ സ്നേഹം? കല്ലു ആലോചനയിലാണ്ടു. അറക്കിലേക്ക് കയറുമ്പോൾ ഹാജറ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, കല്ലുവിനെ പ്രതീക്ഷിച്ചെന്ന പോലെ. മുന്നിൽ ചെന്ന് നിന്നു. ഇനി നിങ്ങൾക്ക് ഒന്ന് കുത്തി നോവിക്കാൻ തോന്നുന്നുണ്ടോ? ആയിക്കോളൂ, മനസ്സ് മൗനമായി ഹാജറയോട് പറഞ്ഞു. നിന്നോട് ക്ഷമാപണം നടത്തണ്ടേ? ഹാജറയിൽ പുച്ഛം. വേണ്ട മാഡം, അതിന് മാത്രം ഞാൻ ആരുമല്ല. നിങ്ങളുടെ കണ്ണുകൾ പറയുന്ന പോലെ വെറും ഒരു പുഴു, അത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മയായി കണ്ട് മാഡം ക്ഷമിക്കണം. എനിക്ക് ഈ ജോലി ഇപ്പോൾ അത്യാവശ്യം തന്നെയാണ്. എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണം. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് അവർ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടി. കല്ലു അകത്തേക്ക് കടന്നു. മുന്നിൽ തന്നെ നോക്കി കൈകൾ കെട്ടി നിൽക്കുന്ന അമീറിനെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. ഹേയ്, നീ എന്തിനെങ്ങനെ ടെൻഷനാവുന്നത് ശ്രീകുട്ടി? ഒന്ന് ശ്വാസം വിടടോ. മുന്നിലിരിക്കുന്ന വെളുത്ത് സുന്ദരനായ ചെറുപ്പക്കാരനിലേക്ക് ശ്രീകുട്ടിയുടെ മിഴികൾ നീണ്ടു. അവൾ ജ്യൂസിലേക്ക് ഒന്നുകൂടെ സ്ട്രോ ഇട്ട് ഇളക്കി. എപ്പോഴെങ്കിലും ആണ് തന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ തനിച്ച് കിട്ടുന്നത്. അന്നേരം തായി ഇങ്ങനെ പേടിച്ച് വിറച്ചിരുന്ന എൻ്റെ ഉള്ള സന്തോഷം കൂടെ പോകത്തുള്ളൂ. അതുൽ അവളെ വിഷമത്തോടെ ഒന്ന് നോക്കി. അതുൽ, എനിക്കും നിൻ്റെ ഒപ്പം ഇരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അറിയുന്ന ആരെങ്കിലും കണ്ടാൽ പേടിയാണ്. ശ്രീകുട്ടിയുടെ ശബ്ദം ഒന്ന് നേർത്തു. ആരെങ്കിലും കണ്ടാൽ എന്താ? ഞാൻ വിവാഹം ചെയ്യുന്നതെങ്കിൽ നിന്നെ തന്നെ ചെയ്യുകയുള്ളൂ. അത് കുറച്ച് നേരത്തെയാക്കാം, അതുപോലെ. അതുൽ ഒന്ന് ചിരിച്ചു. അതുൽ, എന്നാ എൻ്റെ വീട്ടിലേക്ക് വരുന്നേ? ഞാനും ഇപ്പോൾ നിൻ്റെ കൂടെയുള്ള ജീവിതം സ്വപ്നം കാണുക. ആരെയും വിളിക്കാതെ നിൻ്റെ കൂടെ, നിൻ്റെ ഭാര്യയായി, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി. അവളുടെ സ്വരം നേർത്തു. ഹേയ്, എന്തു പറ്റി? നിറഞ്ഞു തൂകി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അതുൽ ചോദിച്ചു. നഷ്ടപ്പെടുവോ എന്ന് തോന്നുവോ അതുൽ നിന്നെ? എനിക്കത് താങ്ങാൻ കഴിയില്ല. ശ്രീ പിന്നെയും തേങ്ങി. എന്നെ നിനക്ക് വിശ്വാസമില്ലേ ശ്രീകുട്ടി? അവൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ അവൾ കുരുങ്ങി. വിശ്വാസമാണ്, ഒരുപാട് എന്നും പറഞ്ഞ് അവൾ കണ്ണു ചിമ്മുമ്പോൾ ശ്രീ അറിഞ്ഞിരുന്നില്ല അതുലിൻ്റെ കണ്ണുകളിലെ വന്യത, അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചതിക്കുഴികൾ. ആട്ടിൻതോലിട്ട ചെന്നായയാണ് മുന്നിലിരുന്ന് വാഗ്ദാനങ്ങളുടെ പെരുമഴ തീർക്കുന്നതെന്ന് അന്നേരം ശ്രീകുട്ടിക്ക് മനസ്സിലായില്ല. വന്നിട്ട് ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന കല്ലുവിനെ കാണുമ്പോൾ ബീവിയമ്മയുടെ നെഞ്ചിൽ ഒരു തരം നൊമ്പരം കുമിഞ്ഞുകൂടി. തൻ്റെ പേരക്കുട്ടി കാരണം ഒരിക്കൽ കൂടെ അതിനൊരു പരീക്ഷണ കാലഘട്ടം. ബീവിയമ്മ ഒന്ന് നിശ്വസിച്ചു. ഓരോ വട്ടം തനിക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോഴും ആ ഉമ്മ പ്രതീക്ഷയോടെ കല്ലുവിനെ നോക്കും. കുറച്ചു കഴിയുമ്പോൾ എന്നോട് ചിരിക്കുമായിരിക്കും, എൻ്റെ നെഞ്ചിൽ ചായുമായിരിക്കും, സങ്കടങ്ങളുടെ കെട്ടഴിക്കുമായിരിക്കും. ഒന്നും നടന്നില്ല. പതിയെ ബീവിയമ്മയുടെ മുഖത്തെ പ്രകാശം കെട്ടുപോയി. കല്ലു അകക്കണ്ണിൽ അത് കാണുന്നുണ്ടെങ്കിലും മൗനമായി തന്നെ തുടർന്നു. ഒരു പക്ഷേ താൻ മിണ്ടിത്തുടങ്ങിയാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം വേണ്ട. കല്ലു അത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ബീവിയമ്മ സഹായിച്ച പണം എന്തായാലും തിരിച്ചു കൊടുക്കണം. കല്ലു മനസ്സിൽ ഉറപ്പിച്ചു. ബീവിയമ്മക്കുള്ള ഗുളിക വായിലേക്ക് വെച്ചു കൊടുക്കാൻ നേരം ഉമ്മ തലയൊന്ന് വെട്ടിച്ചു. സാധാരണ ഈ സമയങ്ങളിൽ കല്ലു സ്നേഹത്തോടെ അവരെ ശാസിക്കും, അല്ലെങ്കിൽ ഹാജറുമ്മയോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അതോടെ എന്നോട് മിണ്ടിയാലോ, ഒന്ന് വഴക്ക് പറഞ്ഞാലെങ്കിലും മതിയായിരുന്നു. ബീവിയമ്മ പ്രതീക്ഷയോടെ കണ്ണു നിറച്ച് കല്ലുവിനെ തന്നെ നോക്കി. നോട്ടം നീണ്ടുപോയി. പ്രതീക്ഷ കൈവിട്ടുപോയി. ഗുളികകൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. വെള്ളവും നീക്കി വെച്ചു പോകുന്ന കല്യാണിയെ അവരുടെ ചങ്കിൽ കൊളുത്തി വലിച്ചു. വാതിലിന് അരികിലായി നിന്നിരുന്ന അമീർ ഉമ്മുമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം ശരിയാവുമെന്ന അർത്ഥത്തിൽ. കല്ലു അടുക്കളയിൽ നിന്നും വെള്ളം കുടിച്ച് തിരിഞ്ഞപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന അമീറിനെ കണ്ടത്. എന്തു പറ്റി കല്യാണി? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നേ? സ്റ്റേഷനിലെ ഉശിരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചടോ താൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന്. അമീർ ഒരു ചെറു ചിരിയോടെ കല്ലുവിനെ നോക്കി. നിങ്ങളും ഇതേപോലെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല സാർ. എന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു പോയ ആളല്ലേ, പിന്നെ എപ്പോഴാ കാണുന്നേ? അവൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. എനിക്ക് അനുഭവസമ്പത്ത് കുറച്ച് കുറവാണ് കല്യാണി, അതുകൊണ്ട് പ്രതീക്ഷിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടില്ല.
മാതാപിതാക്കൾ എന്നെ ശത്രുവായി കണ്ടിട്ടില്ല. നിറത്തിൻ്റെ പേരിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ ഭാരം ഒന്നാകെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. പലിശക്കാരുടെ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് അനുഭവ സമ്പത്തുണ്ടാകും? അവൻ്റെ സംസാരം കേട്ട് നിൽക്കുകയായിരുന്നു കല്ലു അത്ര നേരം. മറുപടിയൊന്നും പറയാതെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയവളെ അമീർ ഒന്നുകൂടെ തടഞ്ഞു നിർത്തി. പ്രതീക്ഷിച്ചിരുന്നോ നീ എന്നെ? അവൻ്റെ കണ്ണിൽ ഉത്തരമറിയാനുള്ള തിരയിളക്കം. മിഴികൾ വെട്ടാതെ അവൻ കല്യാണിയെ തന്നെ നോക്കി. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളെ പ്രതീക്ഷിക്കാൻ നിങ്ങൾ എൻ്റെ ആരാണ് സാർ? കല്ലുവിൻ്റെ മറുപടി കേട്ട് അമീർ ഒന്ന് ചിരിച്ചു. ലോക്കപ്പിലെ ഇടി കൊള്ളാമായിരുന്നോ കല്യാണി? അമീർ കല്ലുവിനെ ഒന്ന് പാളി നോക്കി. കല്ലു ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. അമീറിൻ്റെ കണ്ണുകളിൽ ഇതുവരെ താൻ ആരിലും കാണാത്ത ഒരു നോട്ടം. എന്തായിരിക്കും ആ നോട്ടത്തിൻ്റെ അർത്ഥം? കല്യാണി ചിന്തിച്ചു. അല്ല, ലോക്കപ്പിലെ അടി കൊണ്ട് അനുഭവ സമ്പത്ത് എനിക്കില്ലല്ലോ, തനിക്കല്ലേ അത് കൂടുതൽ, അതുകൊണ്ട് ചോദിച്ചതാ. അമീർ നിഷ്കളങ്കമായി പറഞ്ഞു തിരിഞ്ഞു നടന്നു. സാറൊന്ന് നിന്നേ. കല്ലുവിൻ്റെ വിളിയിൽ അമീർ പതിയെ തിരിഞ്ഞു നോക്കി. കല്ലു അമീറിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. അജ്മൽ പുറത്തിറങ്ങിയത് ഞാൻ അറിഞ്ഞു സാർ. അല്ല, നിങ്ങളൊക്കെ കൂടെ സ്റ്റേഷനിന് പുറത്ത് അവനെ ഇറക്കിയത് ഞാൻ അറിഞ്ഞു. അജ്മൽ പൊതുവെ ഒരു ഒതുങ്ങിയ പ്രകൃതമാണ്. വിനയവും സ്നേഹവും ഒക്കെ ഉള്ളവനാണ്. മുമ്പൊക്കെ ബീവിയുമ്മയോ എന്തെങ്കിലും പണം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹത്തോടെ അവൻ നിരസിച്ചിരുന്നു. പിന്നെ എപ്പോഴൊക്കെയോ ആ പണത്തിന് വേണ്ടി മാത്രം അവൻ ബീവിയുമ്മയെ കാണാൻ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാൻ കാണുന്ന അന്നു മുതൽ അവൻ ഇട്ട് പഴകിയ ഡ്രസ്സും ചെരുപ്പും ഒക്കെ തന്നെയാണ് അവൻ ഇപ്പോഴും ഇടുന്നത്. ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന പണമൊന്നും ഒറ്റ നോട്ടത്തിൽ അജ്മലിൻ്റെ രൂപത്തിലോ ജീവിത രീതിയിലോ ഒന്നും കാണുന്നില്ല. പിന്നെ എന്തിനാണ് സാർ അവന് പണം? എന്തിനാണ് അവന് 60 പവൻ? ഡ്രസ്സിനോടോ വാഹനത്തിനോടോ ആഡംബര ജീവിതത്തിനോടോ ഒന്നും എൻ്റെ നോട്ടത്തിൽ അവന് പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഉള്ളതായി തോന്നിയിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്നു സാർ, പിന്നെ എന്തിനാണ് അജ്മലിന് പണം? എവിടെയാണ് അത് ചിലവായി പോകുന്നത്? അജ്മലിൻ്റെ കുഴിഞ്ഞ കണ്ണുകളും നിറം വറ്റി തുടങ്ങിയ ചുണ്ടുകളും ഒക്കെ അവൻ ചിലവാക്കിയ പണത്തിൻ്റെ ഭാഗമാണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറക്കലുള്ളവർ. അനുഭവ സമ്പത്ത് കുറവായതുകൊണ്ടാവാം ഇതൊന്നും ചെയ്യാത്തത്, അല്ലേ സാർ? കല്ലുവിൽ തികഞ്ഞ പുച്ഛം. അമീർ ആ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി. അജ്മൽ ഒരു ആവേശത്തിൽ പണം കണ്ടപ്പോൾ എടുത്തു, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ, അത്രേ അമീർ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ കല്യാണി പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ്റെ രൂപം ഒരിക്കൽ കൂടെ അമീറിൻ്റെ നെഞ്ചിലേക്ക് ഓടി വന്നു. കഴിഞ്ഞ ദിവസം ലഹരിയിൽ വെന്തുരുങ്ങുന്ന ജീവിതം എന്നൊരു എഡിറ്റോറിയൽ പത്രത്തിൽ വായിച്ചത് അമീറിൻ്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. തൻ്റെ കുഞ്ഞനിയനും അതിൽ. ഹേയ്, നോ, നെവർ. അമീർ തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ്റെ ചിന്തകളുടെ കാറ്റഴിച്ചു വിട്ടു. അപ്പോഴും കല്ലുവിൻ്റെ വാക്കുകൾ അമീറിൻ്റെ തലച്ചോറിൽ ഒരു ഇരിപ്പിടം കണ്ടെത്തിയിരുന്നു. അതിനെ ഇറക്കി വിടാനാവാതെ അമീർ കുഴഞ്ഞുപോയി. കല്ലുവും അന്നേരം അജ്മലിനെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു. ഒരിക്കൽ അജ്മൽ ബാഗിൽ നിന്ന് എന്തോ എടുക്കുന്ന സമയത്ത് മുന്നിലേക്ക് വീണത് വെളുത്ത പൊടി നിറഞ്ഞ 2-3 പാക്കറ്റാണ്. അത് വെപ്രാളപ്പെട്ട് അജ്മൽ എടുത്തു വെക്കുന്നതും ആരെങ്കിലും അത് കണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതും മാറി നിന്ന് കല്ലു കണ്ടതാണ്. ആരോടെങ്കിലും അതൊന്ന് പറയണമെന്നുണ്ടായെങ്കിലും ഒന്നാമത് കല്ലുവിന് കണ്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. പിന്നെ സംശയത്തിൻ്റെ നിഴലിൽ അജ്മലിനെ ചോദ്യം ചെയ്യാനും കല്ലുവിന് തോന്നിയില്ല. ഇപ്പോൾ അത് പറയാൻ പറ്റിയ ആൾ അമീർ സാറാണെന്ന് കല്ലുവിന് തോന്നുന്നു. അവൾ ഇതെല്ലാം മനസ്സിൽ കണക്കു കൂട്ടിക്കൊണ്ടിരുന്നു. അനന്തിൻ്റെ കടം അന്ന് വൈകിട്ട് തന്നെ കല്ലു കൊടുത്തു തീർത്തു. കുറച്ച് ഗോൾഡൊക്കെ കൈ കിട്ടിയതല്ലേ കൊച്ചേ, പലിശയും മുതലും അങ്ങ് തന്നു തീർത്തേക്ക് എന്ന് അയാൾ കളിയാക്കി പറയുമ്പോൾ കല്ലു തല കുനിച്ച് നിന്നതേ ഉള്ളൂ. കള്ളി. സത്യം എത്ര ആളുകൾ അറിഞ്ഞാലും ഇനിയും ഏറെ നാൾ ആ പേര് പ്രത്യക്ഷമായും പരോക്ഷമായും കേൾക്കേണ്ടി വരുമെന്ന് കല്ലുവിന് ഏറെക്കുറെ മനസ്സിലായി. ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്ന പോലെ കല്യാണിക്ക് തോന്നി. ദിവസം തോറും അമ്മുവിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികൾ ഏറി വരുന്നത് കല്ലു ശ്രദ്ധിച്ചു. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള യാത്രയിൽ കണ്ടാൽ മൗനമായി അമ്മു കല്ലുവിനോട് നന്ദി പറയും. തിരിച്ച് കല്ലു ഒന്ന് ചിരിക്കും. ഒരാളെങ്കിലും കരകയറട്ടെ എന്ന് കല്യാണി ചിന്തിക്കും. അന്ന് കല്ലു ബീവിയുമ്മക്ക് കഞ്ഞി കോരി കൊടുക്കുകയായിരുന്നു. ബീവിയുമ്മ എന്തോ ആലോചനയിലാണെന്ന് ആ മുഖം പറയുന്നുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം രണ്ടുപേരും പരസ്പരം മിണ്ടിയിട്ടില്ലായിരുന്നു. കല്ലുമോളെ, എനിക്കിനി കുറച്ച് കാലമേ ഉള്ളൂ. മരിക്കണേന് മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. ഇഞ്ച് നടത്തി തരുവോടി. കല്ലു ആ വാക്കുകൾക്ക് ചെവിയോർത്തിരിക്കുകയായിരുന്നു. എൻ്റെ കല്ലുമോൾ എവിടെയെങ്കിലുമൊക്കെ എത്തണം. ഇപ്പോൾ തള്ളി പറഞ്ഞവരൊക്കെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം. അതെനിക്ക് കാണണം. സ്വന്തമായിട്ട് ഈ ഒരു വീട് വെക്കണം. അതിലൊരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് എൻ്റെ കുട്ടിയുടെ കൂടെ ഒന്ന് കഴിയണം. എൻ്റെ കുട്ടിക്ക് ഒരു ഉരുള ചോറ് വാരിത്തരണം.
അന്നെ ഒരു ദിക്റുപാട്ട് പാടി ഉറക്കണം. അതുവരെ എൻ്റെ കുട്ടിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തരണം. അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും കല്ലു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബീവിയമ്മയുടെ നെഞ്ചിലേക്ക് വീണിരുന്നു. ബീവിയമ്മക്ക് അവൾ വെറും ഹോം നേഴ്സ് മാത്രമല്ല, അവൾ ആരൊക്കെയോ ആണ്. ആരൊക്കെയോ. ഇജ് എന്താ ബലാലെ എന്നോട് ഇത്ര ദിവസം മിണ്ടാതിരുന്നേ? നമ്മൾ പാവല്ലടി. ഇജ് ആ തെറ്റ് ചെയ്യൂലാന്ന് ഈ കട്ടിലിൽ കിടന്ന് പറയാനല്ലേ എന്നെക്കൊണ്ടാവുള്ളൂ. ബീവിയമ്മ അവളുടെ നെറുകയിൽ പതിയെ വിരലോടിച്ചു. എന്നെ ഇങ്ങനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കല്ലേ ഉമ്മ. കല്ലുവിൻ്റെ ഉള്ളു നീറി. ബീവിയമ്മ ഉപ്പ് ചുവച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. തൊട്ടപ്പുറം മാറി നിന്ന അമീറിൻ്റെ കണ്ണുകളും ഒന്ന് ഓളം വെട്ടി. കല്ലു ഷാഫിക്കയുടെ കാർ കഴുകുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കല്ലുവിന് മനസ്സിലായി അത് മുന്തസ്തയുടെ ഉപ്പയാണെന്ന്. ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എങ്കിലും ആ പ്രകാശം നിറഞ്ഞ മുഖവും നെറ്റിയിലെ നിസ്കാരത്തഴമ്പുമൊക്കെ കല്ലുവിൻ്റെ മനസ്സിൽ കയറിയിരുന്നു. പതിയെ അടുത്തേക്ക് ചെന്ന് കല്ലു ആ കരം കവർന്നു. പ്രത്യേകിച്ചൊരു അടുപ്പക്കുറവും അദ്ദേഹത്തിനോട് കല്ലുവിന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഉമ്മ വന്നില്ലേ ഉപ്പ? ഓട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് കല്ലു ചോദിച്ചു. ഏയ്, ഓള് വന്നിട്ടില്ല മോളെ. മുന്തസ് മോള് വീണതും നെറ്റി പൊട്ടിയതും ഓളോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ പിന്നെ വലിയ വായിൽ കരച്ചിലാവും. കഴിഞ്ഞ ദിവസം ഓൾക്ക് പ്രഷർ നോക്കിയപ്പോൾ തന്നെ 200 കടന്നിട്ടുണ്ട്. ഇവിടെ വന്ന പിന്നെ ഷാഫിയുടെ ഉമ്മ എന്തെങ്കിലും പറയും. അവൾക്ക് പിന്നെ അതൊക്കെ വലിയ വിഷമാണ്. വീട്ടിൽ പോയാലും അതും എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ടിരിക്കും. ഞാനാവുമ്പോൾ കേട്ടതൊക്കെ ഇവിടം കൊണ്ട് തീരും. അത്രേ ഉള്ളൂ, ഉപ്പ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ഉപ്പ, അസ്സലാമലൈക്കും. എത്ര നാളായി കണ്ടിട്ട് എന്നും പറഞ്ഞ് അകത്ത് നിന്ന് അമീർ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. വാലൈക്കും സലാം. വലിയ ഡോക്ടറായല്ലേ? മുന്തസിനോട് ഞാനും ഓളും എന്നും ചോദിക്കാറുണ്ട് മോൻ്റെ വിവരങ്ങൾ. അദ്ദേഹം അമീറിനെ അടിമുടി ഒന്ന് നോക്കി പിന്നെയും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. കയറി വാ ഉപ്പ, ഇത്ത അകത്തുണ്ട് എന്നും പറഞ്ഞ് ഉപ്പയെയും കൂട്ടി അകത്തേക്ക് പോകുന്നവനെ കല്യാണി ഒന്ന് നോക്കി. മുന്തസിത്തയുടെ മുഖത്ത് കുറച്ച് നാളങ്ങൾക്ക് ശേഷം ഒരു ചിരി വിടരുന്നത് അന്ന് കണ്ടു. ഉപ്പയെ കണ്ട സന്തോഷത്തിൽ. ഉപ്പാക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തും ഓരോ കളി തമാശകൾ പറഞ്ഞും അമീർ കൂടെ ഇരിക്കുമ്പോൾ ഷാഫിയുടെ കണ്ണുകൾ മൊബൈലിൽ തന്നെയായിരുന്നു. ഉപ്പ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയും, ചെറുതായി ഒന്ന് ചിരിക്കും, അത്രമാത്രം. ആ ഉപ്പ പോവാൻ നേരമാണ് ഹാജറുമ്മ കമ്പനിയിൽ നിന്ന് വരുന്നത്. മുന്തസിത്തയുടെ ഉപ്പയെ കണ്ടപാടെ ആ നെറ്റി ചുളിയുന്നത് കല്ലു വ്യക്തമായി കണ്ടു. ഉപ്പക്കുമുണ്ട് ഒരു പരിഭ്രമം. ഈ മാസം ഇത് 2ാമത്തെ വരവാണല്ലോ, എന്താ കാര്യം? ഒട്ടും മുഖവുരയില്ലാത്ത ഹാജറ ആ വൃദ്ധൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ മോൾ വീണെന്ന് പറഞ്ഞപ്പോൾ. ഹാജറ കൈ ഉയർത്തി അദ്ദേഹത്തെ തടഞ്ഞു. ഇവിടെ ആരും പിടിച്ച് തള്ളിയിട്ടതൊന്നുമല്ല, ശ്രദ്ധിക്കാതെ നടന്നു, തട്ടി വീണു. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇനി എന്തു വേണം? ഹാജറയിൽ തികഞ്ഞ പുച്ഛം. മുന്തസിൻ്റെ ഉപ്പ തല താഴ്ത്തി നിന്നു. മുന്തസിനൊന്ന് ഉറക്കെ അവർക്ക് നേരെ ചീറാൻ തോന്നി. എൻ്റെ ഉപ്പ എന്നെ കാണാനാണ് വന്നത്, അതിൽ എന്താണ് ഇത്ര തെറ്റെന്ന് ചോദിക്കാൻ തോന്നി. പക്ഷേ അതിനു മുമ്പ് കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങി. മിഴികൾ നിറഞ്ഞു. അത് ഉപ്പ കാണാതെ തുടച്ചു മാറ്റാൻ മുന്തസ് വാതിലിനു മറവിലേക്ക് നീങ്ങി നിന്നു. എന്നത്തെയും പോലെ. ഹാ, ഇനി ഇതെന്താ? മേശയിൽ ഇരിക്കുന്ന പൊതികളിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ഹാജറ പരിഹാസ ചിരിയോടെ ചോദിച്ചു. നിങ്ങളോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ റോഡിൽ വെച്ച് വിൽക്കുന്ന പലഹാരം കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്? ഹാജറ അയാളോട് ചോദിച്ചു. ഇത് ഓളുടെ ഉമ്മ ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളാണ്, ഉണ്ണിയപ്പവും അലുവയും ഒക്കെ. മോൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നത്, മുന്തസിൻ്റെ ഉപ്പ പറഞ്ഞു. സൽക്കാരം കഴിഞ്ഞെങ്കിൽ പൊതിയും എടുത്തോ. ഇവിടെ ഇതൊന്നും ആരും കഴിക്കില്ല. അതോ ഞാൻ എടുത്ത് എറിയണോ? ഹാജറ ഒന്ന് നോട്ടം പായിച്ചുകൊണ്ട് ചോദിച്ചു. അതെങ്ങനെ ശരിയാവും മുത്തുമ്മ? എനിക്കിതൊക്കെ നല്ല ഇഷ്ടമാണ്. അമീർ പൊതികളിൽ ഒന്ന് കയ്യിലെടുത്തു. ആ മണം ഒന്ന് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. അമീർ, നീ ഇത് വെറുതെ ആവശ്യമില്ലാത്തതിൽ ഇടപെടണ്ട. ഹാജറക്ക് ദേഷ്യം വന്നു. എന്താവശ്യമില്ലാത്തത്? ഉണ്ണിയപ്പമൊക്കെ നല്ല ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അമീർ പറയുന്നതിനൊപ്പം തന്നെ ഒരു ഉണ്ണിയപ്പം എടുത്ത് കടിച്ചു. ഒന്ന് മുന്തസിനും ഒന്ന് ഷാഫിക്കും കയ്യിൽ കൊടുത്തു. ഹാ, നോക്കി നിൽക്കാതെ അങ്ങ് കഴിക്കേ. ഇത്തയുടെ ഉമ്മക്ക് നല്ല കൈപ്പുണ്യാണ് കേട്ടോപ്പ. ഞാൻ തിരിച്ചു പോകുമ്പോഴേ എനിക്കും വേണം കുറച്ച് കൊണ്ടുപോകാൻ. ഉണ്ടാക്കി തന്നേക്കണേ. അമീർ വാചാലനായി. മുന്തസ് ചിരിയോടെ അമീറിനെ നോക്കി. ഹാജറുമ്മ ദേഷ്യം കൊണ്ട് വിറച്ച് ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി. ഉപ്പയുടെ മുഖം തെളിഞ്ഞത് നോക്കി നിൽക്കുകയായിരുന്നു കല്ലു അന്നേരം. എത്ര പെട്ടെന്നാണ് ഒരുവൻ ഒരു സങ്കടം നിറഞ്ഞ സാഹചര്യത്തെ സന്തോഷമാക്കി മാറ്റിയത്. കല്ലുവിന് അന്നേരം അമീറിനോട് തികഞ്ഞ ബഹുമാനം തോന്നി. ആ പറഞ്ഞതിനൊക്കെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നി. അമീറിനോട് യാത്ര പറഞ്ഞ് നനുത്തൊരു മുത്തവും കൊടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഉപ്പയെ മുന്തസ് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു. അമീർ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഏതോ സ്വപ്നലോകത്തെന്ന പോലെ നിൽക്കുന്ന കല്ലുവിനെയാണ്. ഹേയ്! മുന്നിൽ നിന്ന് അമീർ ഒന്ന് കൈവീശി കാണിച്ചപ്പോഴാണ് കല്ലുവിന് സ്ഥലകാലബോധമുണ്ടായത്. എന്താ? അവൾ അമീറിനെ നോക്കി. ഇങ്ങ് തന്നേക്ക്.
അമിറിൽ ഇതുവരെ കാണാത്ത ഒരു ചിരി. എന്ത്? കല്ലു വിക്കി. ആ ഷെയ്ക്കാൻ്റെ. അവൻ ചിരിയടക്കി അവളെ ഒന്ന് നോക്കി. കല്ലുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മനസ്സിൽ കരുതിയതല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ മനസ്സിലായി? കഴിച്ച് നന്നാകു കല്യാണി. ഇതിലും വലിയ പ്രശ്നം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സ്റ്റാമിന വേണം. അന്തിച്ചു നിൽക്കുന്ന കല്ലുവിൻ്റെ വായിലേക്ക് കയ്യിൽ പിടിച്ച ഒരു ഉണ്ണിയപ്പവും വെച്ചു കൊടുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. കല്ലുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു വന്നു. തുടരും. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.